NEET 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ കമ്പ്യൂട്ടർ റെപ്രസെന്റ് ദ ഇൻഡിജർ -12 യൂസിംഗ് 8-bit 2's complement notation? Show the steps involved in the conversion. Also state the number of bits required to represent a value of 255 in binary. 4 മാർക്കിന് മൊഡ്യൂൾ 2 ആയതിന്റെ പാർട്ടായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ ആൻസറിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് -12ന്റെ 8-bit 2's complement notation ആണ്. ഇതൊരു 3 സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് +12ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എഴുതുക. അതിലെ ഓരോ ബിറ്റ്സിനെയും ഇൻവേർട്ട് ചെയ്യുക. അതായത് 1 ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെ 0 ആക്കുക, 0 ആണെങ്കിൽ 1 ആക്കി മാറ്റുക. ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് 2ൽ കിട്ടിയ റിസൾട്ടിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ബൈനറി അഡീഷൻ നമ്മൾ പഠിക്കുന്നതാണ്. സോ 1 ആഡ് ചെയ്യുക. ഇതായിരിക്കും നമ്മളെ 8-bit 2's complement notation. ഓക്കെ, അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ദ ബൈനറി ഓഫ് +12. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? കണ്ടിന്യൂസ് ആയി 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് 12/2. 12ൽ 2 എത്ര പ്രാവശ്യം പോകും? 6 ടൈം പോകും. 6 2s are 12. ഇതിന് റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0 ആണ് റിമൈൻഡർ. ദെൻ വീണ്ടും ഡിവൈഡ് ചെയ്യുക. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര തവണ പോവും? 3 തവണ പോവും. അതെ, 3 2s are 6. റിമൈൻഡർ എത്ര വരിക? 0. ദെൻ 3നെ വീണ്ടും അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരിക 1 ഒരു തവണ മാത്രമേ പോവുള്ളൂ. 1 2s are 2. അതിൽ എത്ര റിമൈൻഡർ വരും? 1 റിമൈൻഡർ വരും. ഓക്കെ, ഇനി കിട്ടുന്നതിനെ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ ഈ ഓരോ ബിറ്റിനെയും എടുക്കേണ്ടത്. സോ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക 1 1 0 0 ആണ്. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 8 ബിറ്റിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെന്നാണ്. സോ റിമൈനിങ് വരുന്നിടത്തൊക്കെ നമ്മൾ 0 വെച്ചിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന +12ന്റെ ബൈനറി റെപ്രസെന്റേഷൻ 0 0 0 0 1 1 0 0. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിലെ ഓരോ ബിറ്റിനെയും ഇൻവേർട്ട് ചെയ്യുക. അതായത് 0 വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 1 ആക്കി മാറ്റുക, 1 വന്നിട്ടുണ്ടെങ്കിൽ 0 ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് നോക്കുക, ഓരോ ബിറ്റിന്റെയും ഞാൻ ഇൻവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 1 1 1 1 0 0 1 1. സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 1 1 1 0 0 1 1. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ ബൈനറി അഡീഷന്റെ റൂൾസ് ആണ് നോക്കേണ്ടത്. 1 1 എന്താ വരിക? 1 1 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പൊ ഇവിടെ ഒരു ക്യാരി വരും. ഇനി അഗെയിൻ ഒരു ക്യാരിയും ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 1 0 വിത്ത് ക്യാരി 1. തേർഡ് കോളത്തിലും ഒരു ക്യാരി 1 വരും. സോ ഈ ക്യാരി 1 + 0 എന്താ റിസൾട്ട് വരിക? 1 വരും. ഇവിടെ എന്തെങ്കിലും ക്യാരി ഉണ്ടോ? ഇല്ല. സോ 0 + 0 0. സീറോനെ ഇവിടെ ഇറക്കി എഴുതും. ദെൻ അഗെയിൻ ഇവിടെ ഒന്നും ആഡ് ചെയ്യാനില്ല, 1 ഇറക്കി എഴുതുന്നു. ഈ 3 1സും ഇറക്കി എഴുതുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 4 1ഉം പിന്നെ 0 1 0 0. അതായത് നമ്മളെ 8-bit 2's complement notation of -12 is 1 1 1 1 0 1 0 0. ഓക്കെ, നമ്മളെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ടു റെപ്രസെന്റ് 255 ഇൻ ബൈനറി. എത്ര ബിറ്റ് വേണം 255 ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ബൈനറി എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഡിജിറ്റും, അതായത് 8 ബിറ്റും 1 ആയി കൊടുത്താലാണ് നമുക്ക് അതിന്റെ ആൻസർ 255 കിട്ടുക. ഓക്കെ, അപ്പൊ എത്ര ബിറ്റ് വേണം? 8 ബിറ്റ് വേണം 255നെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ആ എല്ലാ ബിറ്റും 1 ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. താങ്ക് യു.